ഗൈസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം റൈഡർ കണ്ണാപ്പി. ഇന്ന് നമ്മൾ ഹ്യോസിനിൽ സോംബീസും മറ്റുമൊക്കെ ഉണ്ടോ എന്ന് നോക്കാനായിട്ട് പോവാണ്. ഒരുപാട് ന്യൂസും കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്. സോ അത് റിയൽ ആണെന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ വേഗം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഹ്യോസനിലേക്ക് പോകുന്ന വഴിയാണ് നമ്മളിപ്പോ ഈ കാണുന്നത്. ഇവിടെ ഫുള്ള് ബ്ലോക്ക് ആയി കിടക്കാണ്. അതുകൊണ്ട് നമ്മൾ നടന്നാണ് അവിടേക്ക് പോകുന്നത്. സേഫ്റ്റിക്ക് വേണ്ടി ഞാനൊരു ഹെൽമെറ്റ്, ജാക്കറ്റ് അതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സോംബീസ് വരികയാണെങ്കിൽ അവന്മാരെ തീർത്ത് കളയാനായിട്ട് ഒരു മഴവും ഞാൻ കയ്യിൽ കരുതുന്നുണ്ട്. അവിടെ എത്തിയപ്പോഴാണ് നമ്മുടെ കണ്ണാപ്പിക്ക് കാര്യങ്ങളുടെ ഗൗരവം കൂടുതൽ മനസ്സിലാവുന്നത്. രാത്രിയായിട്ട് യുവമാർക്ക് ഒരു ഉറക്കമൊന്നുമില്ല. എന്റെ പിന്നാലെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ന്യൂസിൽ കണ്ടതിനേക്കാൾ സീനാണ് ഇവിടുത്തെ കാര്യങ്ങൾ. എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ഇത്ര റിസ്ക് എടുത്തല്ലേ, അപ്പൊ ചാനലൊക്കെ വേഗം സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കണ്ണാപ്പി അവിടെ വീഡിയോ എൻഡ് ചെയ്യുന്നുണ്ട്. ഇതേ സമയം ചിയോങ്സാന്റെ അമ്മ ഇതുവരെ നമ്മുടെ സോംബീസിന്റെ കയ്യിൽ പെടാതെ ഹ്യോസൻ ഹൈസ്കൂൾ ഗ്രൗണ്ടിന്റെ ആ വശത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഫുൾ സോംബീസിനെ കണ്ടവർ പേടിക്കുകയാണ്. ഇന്നേരം ചിയോങ്സാനും ഓഞ്ചോയും കൂടെ നമ്മുടെ പാരന്റ്സെങ്കിലും സേഫ് ആയിട്ട് വീട്ടിൽ ഇരിക്കുന്നുണ്ടാവുമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ചിയോങ്സാന്റെ അമ്മ അവിടെ സോംബിയായി നടക്കുന്ന ഗ്യോൻസുവിനെ വിളിച്ചിട്ട് മോനെ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് അങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചിയോങ്സാൻ അവിടെ പുറത്തേക്ക് നോക്കി നമ്മുടെ ഗ്യോങ്സും ഇസാക്കും ഒക്കെ ഇവിടെ തന്നെ ഉണ്ടാവുമല്ലേ എന്ന് പറയാണ്. ഓഞ്ചോ അന്നേരം എനിക്ക് നിന്നെ എങ്ങനെ പറഞ്ഞ് സമാധാനപ്പെടുത്തണമെന്ന് അറിയില്ല. ഓഞ്ചോ എന്നെ വിട്ടുപിരിഞ്ഞു പോയപ്പോഴും ഇതൊക്കെ തന്നെയായിരുന്നു എന്റെ അവസ്ഥ, എന്ത് ചെയ്യാനായിട്ടാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അന്നേരത്ത് ഇവിടെ നമ്മുടെ ഗ്യോങ്സു ചിയോങ്സാന്റെ അമ്മയുടെ അടുത്തേക്ക് വന്നതും വേറെയും ഒരുപാട് സോംബീസ് വട്ടം കൂടി വന്ന് ചിയോങ്സാന്റെ അമ്മയെ കടിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോഴാണ് ഒരു ഹെലികോപ്റ്റർ അതുവഴി പാസ് ചെയ്യുന്നത്. അതിന്റെ ലൈറ്റ് കാണുമ്പോൾ കുറെ സോംബീസ് അതിനടുത്തേക്ക് ഓടി പോകുന്നുണ്ട്. നമ്മൾ 3rd എപ്പിസോഡ് എൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു ഹെലികോപ്റ്റർ ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്നിരുന്നു. ആ ഹെലികോപ്റ്റർ ആണിത്. പക്ഷെ അത് സ്കൂളിലേക്കല്ലായിരുന്നു, വേറൊരു വഴിയെ പാസ് ചെയ്യുന്നതാണ് കാണുന്നത്. ചിയോങ്സാൻ ഇപ്പോഴും സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓഞ്ചോയ്ക്കാണെങ്കിൽ അവനെ എത്രത്തോളം സമാധാനപ്പെടുത്താൻ പറ്റുന്നുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് അറിയില്ല. എന്തായാലും അവരിപ്പോൾ തുല്യ ദുഃഖിതരാണ്. കാരണം ഓഞ്ചോയ്ക്ക് ഇസാക്കിനെയും ചിയോങ്സാന് ഗ്യോങ്സുനെയും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അല്ല, നായോടും മിസ്സും പുറത്തേക്ക് പോയ സമയത്ത് നമ്മളൊരു കരച്ചിലോ ബഹളോ ഒന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല. സോംബീസ് അവരെ പിടിച്ചിട്ട് കരയാതിരിക്കാൻ മാത്രമുള്ള ധൈര്യവും കാര്യങ്ങളും ഒന്നും അവർക്കില്ല. അപ്പോ അതിനർത്ഥം സോംബീസ് അവരെ പിടിച്ചിട്ടില്ല എന്നല്ലേ, അവരെവിടെയോ ജീവിച്ചിരിപ്പുണ്ടെന്നല്ലേ. എന്നിട്ടെന്താ അവർ നമ്മളുടെ അടുത്തേക്ക് തിരിച്ചു വരാത്തെ? അവരെന്തായാലും ജീവിച്ചിരിപ്പുണ്ടാവും എന്നൊക്കെ ഇവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജിമിൻ പറഞ്ഞു, അക്കാര്യങ്ങളൊക്കെ എന്തിനാ നമ്മൾ നോക്കുന്നത്? ഈ നായൂൺ കാരണമാണ് ഗ്യാങ്സുവിനെ നമുക്ക് നഷ്ടപ്പെട്ടത്. അവൻ നമുക്ക് ശരിക്കും ഹെൽപ്ഫുൾ ആയിരുന്നു. പക്ഷെ അവളോട് ആരും സംസാരിക്കുന്നില്ല, അവളെ നമ്മൾ ഒറ്റപ്പെടുത്തു എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ചെറിയ കാര്യത്തിന്റെ പേരിൽ വൈരാഗ്യം തീർത്തതല്ലേ നമ്മളോട്. അവൾ ഇവിടെ നിന്ന് ഓടിപ്പോയതോ അതിന്റെ പിന്നാലെ മിസ് പാർക്ക് പോയതോ ഒന്നും നമ്മുടെ കാരണം കൊണ്ടല്ല. വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ സോഹുക്ക് പറഞ്ഞു, ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് ചെറുതായിട്ടൊന്ന് മൂത്രമൊഴിക്കാൻ മുട്ടുന്നുണ്ടെന്ന്. അത് കേട്ടപ്പോൾ എല്ലാവരും പറഞ്ഞു, ഞങ്ങൾക്കും ചെറുതായിട്ട് മുട്ടുന്നൊക്കെയുണ്ട്. ഇതേ സമയത്ത് നമ്മുടെ ഊഞ്ചിയും ചുൽസുവും ഇപ്പോഴും ആ ടെറസിന് മുകളിലാണ്. ഇവിടെ എന്തെല്ലാം വലിയ പ്രശ്നങ്ങൾ നടന്നു. എന്നിട്ട് ആരെങ്കിലും നമ്മളെ തിരിഞ്ഞു നോക്കുന്നുണ്ടോ? ഇവിടെ വല്ല തീപിടുത്തവും നടന്നിരുന്നെങ്കിൽ ഒക്കെ കത്തിക്കരിഞ്ഞതിന് ശേഷം നമ്മളെ കോരിയെടുക്കാൻ വേണ്ടി ആരെങ്കിലും ഒക്കെ വന്നേനെ എന്ന് പറയുമ്പോൾ ചുൽസു രാവിലത്തെ കാര്യം ഓർക്കാണ്. ഗ്വിനാം അവനോട് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പക്ഷെ അവൻ ഊഞ്ചിയോട് ഇതുവരെയും തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവൻ അക്കാര്യം പറയുന്നുണ്ട്, നമ്മൾ മരിച്ചു പോകാറുന്നെങ്കിൽ അതായിരുന്നു ഏറ്റവും ബെറ്റർ, പ്രത്യേകിച്ച് നാളെ ആവുന്നതിന് മുൻപ് മരിക്കുകയാണെങ്കിൽ അതായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇവിടെ നമ്മുടെ ദോസു ഇപ്പൊ മൂത്രമൊഴിക്കാൻ വേണ്ടി ഒരു ഐഡിയ പറയാന്ന് പറയാണ്. മറ്റൊന്നുമല്ല, ഇവിടെ ഓപ്പൺ ആയി കിടക്കുന്ന ഒരു വിൻഡോ ഇല്ലേ, ഈ ആണുങ്ങൾ മൂത്രമൊഴിക്കുന്ന സമയത്ത് പെണ്ണുങ്ങൾ അങ്ങോട്ട് മാറി നിന്നാൽ മതി, പിന്നെ പെണ്ണുങ്ങൾ മൂത്രമൊഴിക്കുന്ന സമയത്ത് ആണുങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും നീ എന്തോന്നടേ ഈ പറയുന്നത്? അപ്പോൾ രണ്ടാമത്തെ കാര്യം സാധിക്കുക എന്ത് ചെയ്യും? അതങ്ങ് തിരിഞ്ഞിരുന്നാ പോരെ, ഇവിടെയൊക്കെ ആര് കാണാനാ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിനക്ക് ഇവിടെ ഇരുന്നിരുന്ന് തലയ്ക്ക് വെളിവില്ലാണ്ടായി പോയോ എന്ന് ചോദിക്കുകയാണ് ഇവരെല്ലാവരും. നമ്മളിങ്ങനെ കൊച്ചുവർത്താനവും പറഞ്ഞ് ഇങ്ങനെ തമാശ പറഞ്ഞിരിക്കേണ്ട സമയമൊന്നുമല്ല. നമ്മൾ എത്ര നേരം ഇവിടെ സർവൈവ് ചെയ്യും എന്നൊക്കെ ചോദിക്കുമ്പോൾ അന്നേരം ഓഞ്ചോ പറഞ്ഞു, എൻ്റെ അച്ഛൻ പറഞ്ഞു തന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇങ്ങനെ നമ്മൾ ഒരു സിറ്റുവേഷനിൽ അകപ്പെടുന്ന സമയത്ത്, അതായത് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഓഞ്ചോയുടെ അച്ഛൻ ഇതേ കാര്യത്തെ പറ്റിയിട്ട് പുള്ളിക്കാരൻ അകപ്പെട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു സിറ്റി ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. മറ്റൊന്നുമല്ല, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ കിടക്കുന്ന ആ സ്ഥലത്തിന്റെ കുറച്ച് അപ്പുറത്തേക്ക് മാറി നമ്മളൊരു ടോയ്ലറ്റ്, ടെമ്പററി ആയിട്ട് ഒരു ടോയ്ലറ്റ് സെറ്റ് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടി ഒരു മറ പോലെ സെറ്റ് ചെയ്യണം. അതിനുശേഷം യൂറിനും ഫീസീസും അബ്സോർബ് ചെയ്യുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങളും സെറ്റ് ചെയ്യണം. സിറ്റി ഹോസ്പിറ്റലിൽ ഓഞ്ചോയുടെ അച്ഛനും ഇവിടെ നമ്മുടെ കുട്ടികളും ചേർന്ന് അത്തരത്തിൽ ഒരു ടെമ്പററി ടോയ്ലറ്റ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. മൂത്രമൊഴിക്കുന്ന സമയത്ത് ഈ ഒരു സാധനം നമ്മൾ പൊക്കി വെക്കണം, അല്ലാത്ത സമയത്ത് നമ്മൾ അതവിടെ വെക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു ടെമ്പററി ടോയ്ലറ്റിൽ നിന്നുള്ള മണമാണ് ഇവർക്ക് സഹിക്കാനായി പറ്റാത്തത്. എന്തായാലും ചെറുതായിട്ടെങ്കിലും കാര്യസാധ്യത്തിനൊക്കെ നടക്കുന്നുണ്ട്. അന്നേരം നാമത പറയുന്നുണ്ട്, പുറത്തെ ആൾക്കാർക്കൊക്കെ തന്നെ സോംബീസായി മാറിയെന്ന് തോന്നുന്നത്. ഇതിനോടകം തന്നെ എൻ്റെ അമ്മയൊക്കെ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ രക്ഷപ്പെടുത്തി
രക്ഷപ്പെടുത്തേണ്ട സമയം കഴിഞ്ഞു എന്ന് പറയുമ്പോൾ നീ ഇങ്ങനെ നെഗറ്റീവ് അടിക്കാതെ നാളെ ആവുമ്പോഴേക്ക് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവും എന്ന് പറഞ്ഞ് ഓജോ അവളെ സമാധാനപ്പെടുത്തുകയാണ്. ആ ഒരു സമാധാനത്തിന്റെ പുറത്ത് എല്ലാവരും ഇരിക്കുന്നുണ്ട്. ഇന്നേരത്ത് നമ്മുടെ സോജു ആവട്ടെ, എനിക്ക് എന്തായാലും ഇന്ന് പോയേ പറ്റുള്ളൂ, എന്റെ മോള് അവിടെ സ്കൂളിൽ അകപ്പെട്ടിരിക്കുകയാണ്, അവളെ രക്ഷിക്കണം എന്ന് പറയുമ്പോൾ മറ്റേ പുള്ളിക്കാരി പറഞ്ഞു, അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവാ, ഇവിടെ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ താൻ ഇവിടെ ജീവനോടെ വരില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, തന്നെ പോലെ തന്നെയല്ലേ ഇവിടെയുള്ള ആൾക്കാരൊക്കെ തന്നെ, ദേ ആ ഇരിക്കുന്ന ആളില്ലേ, അയാളുടെ അപ്പാർട്ട്മെന്റ് ഇവിടെ തൊട്ടടുത്താണ്, അയാളുടെ അമ്മ അവിടെ വയ്യാതെ കിടക്കുക, പക്ഷെ അയാൾ പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ വിടുവോ? പിന്നെ അപ്പുറത്ത് നിൽക്കുന്ന ആ പെണ്ണ്, അവളുടെ വീടും ഇവിടെ തൊട്ടടുത്ത, ഹസ്ബൻഡും മക്കളും മാത്രമേ വീട്ടിലുള്ളൂ. നമ്മുടെയൊക്കെ ഒരു പ്രശ്നമുണ്ട്, താനിപ്പോ ഒരു റെസ്ക്യൂ ഓഫീസറാണ്, ഞാനൊരു പൊളിറ്റീഷ്യനാണ്. നമുക്കെപ്പോഴും നമുക്ക് വേണ്ടപ്പെട്ടവരെ അല്ല, നമ്മളെ ആർക്ക് വേണോ അവർക്ക് സഹായം ചെയ്യാനേ പറ്റുള്ളൂ എന്ന് പറയാണ്. അങ്ങനെ സോജുവിന് അവിടെ നിന്ന് പോവാനായി പറ്റുന്നില്ല. ഇതേ സമയത്ത് ഗ്വിനാം ആവട്ടെ ക്യാൻറ്റീനിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ അവനൊരു സൈക്കിൾ അവിടെ ഇരിക്കുന്നത് കാണുന്നുണ്ട്. പക്ഷെ ചുറ്റിലും സോംബീസ് ആണ്. സോംബീസിന്റെ കണ്ണ് വെട്ടിച്ച് അവൻ ആ സൈക്കിളിനടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. ആ സൈക്കിൾ എടുത്ത് ഓടിക്കുമ്പോഴാണ് പണി വാളിയത്. ചെയിൻ അഴിഞ്ഞ സൈക്കിളായിരുന്നു അവൻ ഇത്ര കഷ്ടപ്പെട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സോംബീസിന്റെ വായിൽ പെടാതിരിക്കാൻ വേണ്ടി അവൻ പെട്ടെന്ന് തന്നെ സ്കൂളിന്റെ ഉള്ളിലേക്ക് ഓടിക്കയറാണ്. അവൻ ഓടിക്കയറിയത് പ്രിൻസിപ്പലിന്റെ റൂമിലായിരുന്നു. പ്രിൻസിപ്പൽ അവിടെ ശ്വാസം അടക്കി പിടിച്ച് സോംബീസിന്റെ അടുത്ത് പെടാതിരിക്കായിരുന്നു. അവിടെയുള്ള സോംബീസിനെയൊക്കെ തീർത്ത് കളഞ്ഞ് നമ്മുടെ ഗ്യുനാം അയാളെ കൂടെ അവിടെ രക്ഷപ്പെടുത്തുകയാണ്. ഇന്നേരം ടോയ്ലറ്റിൽ അകപ്പെട്ടിരിക്കുകയായിരുന്നു നമ്മുടെ ജംഹാരിയും അതുപോലെ തന്നെ മിജിയും കൂടെ. ഇവൾക്ക് ഇപ്പൊ ഈ നട്ടപ്പാതിരയ്ക്ക് പുറത്തോട്ട് പോകണം. സോംബീസിനെ നമ്മൾ ഈ നേരത്ത് കാണില്ല എന്നൊക്കെ പറഞ്ഞ് കൂടെയുള്ളവൻ അവളെ തടഞ്ഞു വെക്കാൻ നോക്കുന്നുണ്ട്. അന്നേരം അവള് ജംഹാരിയുടെ അടുത്ത് പോയിട്ട് വാ നീ വലിയ ധൈര്യശാലിയല്ലേ, നമുക്ക് ഒന്നിച്ചങ്ങ് പുറത്തു പോവാന്ന് പറഞ്ഞപ്പോൾ നീ അവിടെ അടങ്ങിയിരിക്കടി, അവളൊരു സീനിയോറിറ്റി കാണിക്കേണ്ട സമയ എന്നൊക്കെ അവളും തിരിച്ചു പറയുന്നുണ്ട്. നീ ഒരു സീനിയറിനോടാ ഇമാതിരി വർത്താനം പറയുന്നതെന്ന് പറഞ്ഞ് മിജി ചൂടായപ്പോൾ ജംഹാരി നല്ല കണക്കിന് അവളുടെ കരണത്തിട്ട് ഒരൊറ്റയടി കൊടുക്കുകയാണ്. പിന്നീട് അവളുമാര് രണ്ടും കൂടെ നല്ല തല്ലായി. അങ്ങനെ രണ്ടുപേരെ അവിടെ പിടിച്ചു മാറ്റുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും മിജിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഈ സമയത്ത് റൈഡർ കണ്ണാപ്പി വീണ്ടും ലൈവ് വന്നിട്ട് ഇവിടെ ആകെ കാര്യങ്ങൾ സീനായിരിക്കുകയാണ്. ഞാൻ ആ സോംബീസിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട് ഇപ്പോൾ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഒരു പ്ലേ സ്കൂളാണ്, കാണുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല, അവിടെ ആളനൊക്കെ ഒന്നുമില്ല. എന്തായാലും ഞാനൊന്ന് അകത്തേക്ക് കയറി നോക്കട്ടെ, ഇവിടെ കൂരി ഇരുട്ടാണ്, എന്താണ് നടക്കാൻ പോകുന്നതെന്നൊന്നും അറിയില്ല, പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്ന് കരുതാം എന്ന് പറഞ്ഞ പ്ലേ സ്കൂളിന്റെ അകത്തേക്ക് കിടന്ന് ഇവിടെ സൗണ്ട് ഒന്നും കേൾക്കുന്നില്ലല്ലോ, അല്ല തൊട്ടപ്പുറത്ത് നിന്ന് എന്തോ സൗണ്ട് കേൾക്കുന്നുണ്ട്. നോക്കുമ്പോൾ ആ പ്ലേ സ്കൂളിലുള്ള സകല കുട്ടികളും സോംബീസ് ആയിരിക്കുകയാണ്. അയാൾ പുറത്തേക്ക് ഓടി, അയ്യോ ഈ പിള്ളേര് സോംബീസ് എന്നെ വളഞ്ഞിട്ടിരിക്കുകയാണേ, മിക്കവാറും എന്റെ സൈനിങ് ഓഫ് ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞ് പുള്ളി വീഡിയോ ഓഫ് ചെയ്യുന്നുണ്ട്. അന്നേരം പോലീസ് ഓഫീസർ മിസ്റ്റർ ചാന്റെ അടുത്ത് വന്ന് താൻ എന്താണോ ഈ ചെയ്തു വെച്ചേക്കുന്നത്, തനിക്ക് ഇതിന് മറുമരുന്ന് വല്ലതും ഉണ്ടോ, എങ്ങനെയാ നമ്മൾ ഈ സിറ്റുവേഷൻ മറികടക്കുക എന്ന് ചോദിക്കുമ്പോൾ അല്ല സാറ് പറ, സാറിന്റെ മക്കളെ കൂട്ടം കൂടി ഒരുപാട് പേര് ഉപദ്രവിച്ച എന്ത് ചെയ്യുമെന്ന്, എന്റെ മകന് അങ്ങനത്തെ ഉപദ്രവം ഏൽക്കുന്നുണ്ടെന്ന് അവൻ ജീവൻ അവസാനിപ്പിക്കാൻ പോയ നിമിഷത്തിലാണ് ഞാൻ അറിയുന്നത്. എനിക്കൊരിക്കലും അവനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലായിരുന്നു. എന്നാൽ അവനെ ഉപദ്രവിക്കുന്ന കുട്ടികളൊക്കെ പണക്കാരായതുകൊണ്ട് ആ മാനേജ്മെന്റ് അതൊക്കെ തേച്ച് മായ്ച്ചു കളഞ്ഞു. എപ്പോഴും വിക്ടിംസ് ആയിരിക്കുന്നത് അവരെല്ലാവരും പാവപ്പെട്ടവരായിരിക്കും. എനിക്കങ്ങനെ സ്കൂളിന്റെ അടുത്ത് നിന്ന് ഒരു സഹായവും കിട്ടിയില്ല. ഞാൻ പോലീസിനെ സമീപിച്ചു, എന്നാൽ കൊച്ചു കുട്ടികളല്ലേ, അവരങ്ങനെ തട്ടിമുട്ടി ഇരിക്കും എന്ന് പറയായിരുന്നു പോലീസ്. ഞാൻ വീണ്ടും ഇതിനെതിരെ പോരാടാൻ നോക്കിയപ്പോൾ പ്രിൻസിപ്പൽ അടക്കം എനിക്ക് പണം തന്ന് ഇക്കാര്യം വേണ്ടാന്ന് വെക്കാനായിട്ടാണ് പറഞ്ഞത്. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? എന്റെ മകനെ വീണ്ടും അവർ ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നു. അവന് ധൈര്യം കൊടുക്കുകയല്ലാതെ എന്റെ അടുത്ത് മറ്റു മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ കൊടുത്ത ആ ധൈര്യത്തിന്റെ മരുന്നാണ് ഇപ്പോ ഈ ഒരു പണി വാങ്ങി വെച്ചത് എന്ന് നമ്മുടെ മിസ്റ്റർ ചാൻ പറയാണ്. ഈ മനുഷ്യന്മാരുടെ ബേസിക് ആയിട്ടുള്ള സ്വഭാവം തന്നെ അക്രമമാണ്. അതുകൊണ്ടാണ് ഈ അക്രമം നടന്നാലും അവർ അത് എൻജോയ് ചെയ്യുന്നത്, ഒരിക്കലും അതിനെതിരെ പ്രതികരിക്കാത്തത്. എന്റെ മകൻ ജനിച്ചതൊരു മനുഷ്യനായിട്ടായിരിക്കാം, പക്ഷേ അവൻ ജീവിച്ചില്ലാതാവുമ്പോൾ ഒരു മൃഗമായിട്ടായിരിക്കണം. എന്തായാലും എഴുതി തള്ളാൻ പോകുമല്ലേ ഈ കൊച്ചുകുട്ടികൾ തമ്മിലുള്ള കടിപിടി എന്ന് പറഞ്ഞിട്ട്, അപ്പൊ പിന്നെ എന്തായാലും എന്താ എന്ന് മിസ്റ്റർ ചാൻ വളരെ കൂളായി ചോദിക്കുമ്പോൾ, എടോ താൻ ചെയ്തത് എത്ര വലിയൊരു ദുഷ്ടത്തരായെന്ന് അറിയോ? മനുഷ്യവംശം തന്നെ ഇല്ലാതാവാൻ ഈ ഒരു കാരണം മതി. താന് ഇതിനെതിരെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടോ, എന്തെങ്കിലും മറുമരുന്ന് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അയാൾ ഇങ്ങനെ ഓർക്കുകയാണ്, താൻ കാരണം എത്ര പാവപ്പെട്ട ആൾക്കാരാണ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നതെന്ന് തനിക്ക് വല്ല നിശ്ചയമുണ്ടോ? എന്തായാലും ഇവിടെ നിന്ന് വാ എന്ന് പറഞ്ഞ് പോലീസ് അയാളെയും കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാണ്. ഈ പോലീസ് സ്റ്റേഷന്റെ ചുറ്റിലുമാണ് ഫുള്ള് സോംബീസ് ആയിരുന്നു. അതുവരെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തിയതാണ്. പക്ഷെ ഒരു പരിധി കഴിഞ്ഞപ്പോൾ സോംബീസ് എല്ലാവരും കൂടെ ഇളകി മറിഞ്ഞ് ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ വെടിയൊച്ചയും കാര്യങ്ങളും കേൾക്കുമ്പോഴാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥന് കാര്യം മനസ്സിലാവുന്നത്. സോംബീസ് അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. മിസ്റ്റർ ചാനിനോട് ഒരു റൂമിൽ കയറിയിരിക്കാൻ പറഞ്ഞ് നമ്മുടെ ഈ പോലീസ് ഉദ്യോഗസ്ഥനും ഈ സോംബീസിനെ മാറ്റാനായിട്ട് പണിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
പുറത്തു നിന്നുള്ള ശബ്ദം കേട്ടപ്പോൾ ചാനിന് കാര്യം മനസ്സിലായി. പുള്ളി കൊടുത്ത പണി തന്നെയാണ് ഇവിടെയും വർക്കൗട്ട് ആവുന്നത്. അയാൾ വല്ലാത്തൊരു ചിരി ചിരിച്ച് നോക്കുമ്പോൾ ഈ പോലീസിനെ കടിക്കാനായിട്ട് ഒരു സോംബി വരുന്നത് കാണുകയാണ്. അയാൾ ഉടനെ തന്നെ ആ സോംബിയെ പിടിച്ചു മാറ്റി. പക്ഷേ ആ സോംബി ഇയാളുടെ കൈക്കിട്ട് കടിക്കുകയാണ്. ഏയ് താൻ വേഗം വാ, തന്നെ കൊണ്ട് മാത്രം എന്തെങ്കിലും ചെയ്യാനായി സാധിക്കും എന്ന് പറഞ്ഞപ്പോൾ എന്നെ കൊണ്ട് ഇനി ഒന്നും സാധിക്കില്ല. എന്റെ ഹൈസ്കൂൾ സയൻസ് ലാബിൽ എന്റെ ലാപ്ടോപ്പ് ഇരിക്കുന്നുണ്ട്, എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അത് നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് പോലീസിനെ ഇവിടെ നിന്ന് ഈ ചാൻ പറഞ്ഞയക്കാണ്. അയാൾക്ക് ഒരുപാട് കടിയും ഇതിനോടകം കിട്ടിയിട്ടുണ്ടായിരുന്നു. പോലീസ് വേറൊരു വഴിയെ താഴേക്ക് ചാടി. അവിടെ ഫുള്ള് സോംബീസിനെ കൊണ്ടൊരു പൂര പറമ്പായിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഈ പോലീസിന് സോംബി ആവാത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കൂട്ടുകിട്ടുന്നുണ്ട്. പിന്നെ പുള്ളിക്കാരൻ ഇയാളെയും കൂട്ടിക്കൊണ്ടാണ് ഇവിടെ നിന്ന് പോകുന്നത്. എന്നാൽ എല്ലാവരും സോംബി ആയിട്ട് മാറിയിട്ടും വല്ലാത്തൊരു മാറ്റമായിരുന്നു. പക്ഷേ നമ്മുടെ മിസ്റ്റർ ചാൻ സോംബി ആയതിനു ശേഷവും മനുഷ്യന്മാരുടേതായിട്ടുള്ള ആ ഒരു സ്വബോധം അയാളുടെ ഉള്ളിലുണ്ടായിരുന്നു. അയാൾ പകുതി സോംബിയും പകുതി മനുഷ്യനും എന്ന പോലെയാണ് മാറിയിട്ടുണ്ടായിരുന്നത്. കൂട്ടുകിട്ടിയ പോലീസുകാരനോട് ഈ ഇൻസ്പെക്ടർ പറഞ്ഞു, എടോ ഞാൻ ഇനി തന്റെ കൂടെ ഇല്ലെങ്കിലും താൻ എന്ത് ചെയ്യണമെന്നറിയോ? ഹ്യോസൻ ഹൈസ്കൂളിലെ സയൻസ് ലാബിൽ പോയിട്ട് മിസ്റ്റർ ചാനിന്റെ ലാപ്ടോപ്പ് കൈക്കലാക്കണം. അതിനാണ് ഈ ഒരു സിറ്റുവേഷൻ മറികടക്കാനുള്ള മരുന്നുള്ളൂ. അപ്പൊ ഞാൻ തന്റെ കൂടെ ഇല്ലെങ്കിലും താൻ ഇത് തന്നെ നോക്കണം കേട്ടോ എന്ന് പറഞ്ഞ് ഇൻസ്പെക്ടർ ഈ പോലീസിനെ കൂട്ടിക്കൊണ്ടു പോവാണ്. പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കാണ് ഈ ഒരു കുട്ടികളെല്ലാവരും. രാവിലെ തന്നെ നമ്മുടെ ഓഞ്ചോയും ചിയോങ് സാനും പുറത്തേക്ക് വന്ന് നോക്കുന്നുണ്ട്. അവസ്ഥയ്ക്കൊക്കെ എന്തെങ്കിലും മാറ്റമുണ്ടോ, ഇവരെ രക്ഷപ്പെടുത്താനായിട്ട് ആരെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ പ്രത്യേകിച്ച് ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. എന്തായിരുന്നോ ഇന്നലെ അവർ കണ്ടുകൊണ്ടിരുന്നത് അത് ഇച്ചിരി വെളിച്ചത്തിൽ കാണുക എന്ന് മാത്രമായിരുന്നു അവിടെ നടന്നൊരു കാര്യം. അല്ലാതെ പ്രത്യേകിച്ച് ഒരു മാറ്റവും അവിടെ ഉണ്ടായിരുന്നില്ല. ഈ സമയത്ത് ബാത്റൂമിൽ ഒളിച്ചിരുന്നിരുന്ന ടീംസ് ഇപ്പൊ രാവിലെ ആയാലോ ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് നോക്കുമ്പോൾ രാവിലെ സോംബീസ് നമ്മളെ കാണില്ലേ, അപ്പൊ നമുക്ക് രാത്രി പോയാൽ പോരെ എന്നാ തടിയപ്പ് ചോദിക്കുകയാണ്. ഞാൻ എന്തായാലും സെക്കൻഡ് ഫ്ലോറിൽ എന്റെ അനിയനുണ്ട്, അപ്പൊ അവനെ ഒന്ന് നോക്കിയിട്ട് ഇങ്ങോട്ട് വരുമെന്ന് ചോദിക്കുമ്പോൾ അവിടെ സോംബീസിന്റെ കടിയട്ടി കിടക്കാനാണോ നീ അങ്ങോട്ട് പോകുന്നതെന്ന് മിജി ചോദിക്കുകയാണ്. എന്നാൽ അവൾ അതൊന്നും കാര്യമാക്കാതെ ഇവിടെ നിന്ന് പോകുമ്പോൾ ഇപ്പോൾ എന്തൊരു തന്റേടിയാ എന്ന് പറഞ്ഞ മിജിയും അവളുടെ പിന്നാലെ തന്നെ പോകുന്നുണ്ട്. ഈ തടിയപ്പവും കൂടെ പോവാണ്. ഇന്നേരത്ത് ഇവരൊക്കെ കൂടി ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ആൾക്കാരെ രക്ഷപ്പെടുത്താൻ വന്നാലും ഇവിടെയാണ് നമ്മൾ ഇരിക്കുന്നതെന്ന് അവരെങ്ങനെയാ അറിയാം? അന്നേരം ഓഞ്ചോയുടെ അച്ഛൻ പറഞ്ഞു കൊടുത്ത രീതിയിൽ കുറച്ച് കളർ പാറ്റേണും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് ഇങ്ങനെ ഒരു ബോർഡൊക്കെ തയ്യാറാക്കായി നമ്മൾ പറയുമ്പോൾ നമ്മറ പറഞ്ഞു, ഏയ് അങ്ങനെയൊന്നും ചെയ്തിട്ട് കാര്യമില്ല, ഇവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. പുറത്ത് നടക്കുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ അറിഞ്ഞാൽ മാത്രമാണ് ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം നോക്കാനായി സാധിക്കുള്ളൂ. ഇത് കേട്ടപ്പോൾ ചിയോങ് സാൻ പറഞ്ഞു, പുറത്ത് നടക്കുന്ന കാര്യങ്ങളെ പറ്റി അറിയണമെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ ഇന്റർനെറ്റ് വേണം, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ വേണം. അപ്പൊ ഈ മൊബൈൽ ഫോൺ ഇപ്പൊ ഇനി എവിടെന്നാ കിട്ടുക? നമ്മൾ എന്തായാലും സെക്കൻഡ് ഫ്ലോറിലുള്ള ബ്രോഡ്കാസ്റ്റ് റൂമിലല്ലേ ഇരിക്കുന്നത്. ഇതിന്റെ 2 റൂം അപ്പുറത്തല്ലേ ടീച്ചേഴ്സ് റൂം ഉള്ളത്. ഈ നേരത്ത് ഇവിടെ ഊഞ്ചിയോടെ ചുൾസു ഒരു കാര്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്നലെ ഗുനാം അവനോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാളെ 9 മണിക്ക് മുൻപ് കുറച്ച് പൈസ എന്റെ കയ്യിൽ എത്തിച്ചിട്ടില്ലെങ്കിൽ ഇവളുടെ ഈ ഒരു വീഡിയോ ഞാൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടുമെന്നുള്ള കാര്യം അവനത് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓ, അപ്പോൾ 9 മണി ആയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ വീഡിയോ ഓട്ടോമാറ്റിക്കലി അപ്ലോഡ് ആവുമല്ലേ എന്ന് പറഞ്ഞ് ഇവള് വീണ്ടും ചാവാൻ പോകുമ്പോൾ, നീ ഇങ്ങനെ ചത്ത് കളഞ്ഞു എന്ന് വിചാരിച്ച വല്ല കാര്യമുണ്ടോ? 9 മണി ആയി കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ ലീക്ക് ആയി പോവില്ലേ? നീ ഇപ്പൊ എന്ത് ചെയ്താലും എന്താ കാര്യം? ആ ഫോണാണ് നശിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ, എന്നാ ശരി ഇവിടെ നിന്ന് ഞാൻ ടീച്ചേഴ്സ് റൂമിൽ പോയി ആ ഫോൺ എടുത്ത് നശിപ്പിക്കും എന്ന് പറയുമ്പോൾ ചുൾസു പറഞ്ഞു, താഴെ പോയി കഴിഞ്ഞാൽ നിറയെ സോംബീസ് ആണ്, നീ അവിടെ നിന്ന് സർവൈവ് ചെയ്യാൻ പോകുന്നില്ല, നിനക്ക് ജീവിക്കാനും പേടിയാണ് മരിക്കാനും പേടിയാണ്, നീ പോടാ എന്ന് പറഞ്ഞ് ഊഞ്ചി അവനെ എതിർത്തുകൊണ്ട് താഴേക്ക് വരികയാണ്. ഇന്നേരത്തെ ചിയോങ് സാൻ ഇവിടുത്തെ വിൻഡോയിൽ പിടിച്ചു കയറിയിട്ട് ടീച്ചേഴ്സ് റൂമിൽ പോയി ഏതെങ്കിലും ഒരു ഫോൺ എടുക്കാനുള്ള പരിപാടിയാണ്. അവനെ സഹായിക്കാനായിട്ട് സോഹുക്കും പിന്നാലെ വരുന്നുണ്ട്. അവരുടെ പിന്നാലെ ദേശവും പോകുന്നത് കണ്ടപ്പോൾ, നീ സ്കൂൾ ബിൽഡിംഗ് പൊളിക്കാനുള്ള പരിപാടിയാണോ? നിന്റെ വെയിറ്റ് കാരണം പറ്റത്തില്ല എന്ന് ബാക്കി പിള്ളേര് പറയാണ്. നീ എന്തിനാടാ എന്റെ പിന്നാലെ നടക്കുന്നേ എന്ന് ചിയോങ് സാൻ ചോദിക്കുമ്പോൾ, ഞാനല്ലാതെ പിന്നെ നിന്റെ കൂടെ ആര് നടക്കാനാ എന്ന് നമ്മുടെ സോഹുക്ക് മറുപടി പറയുന്നുണ്ട്. ഇവർക്ക് ഇങ്ങനെ പോകാൻ പറ്റില്ല, കാരണം ഇപ്പൊ കാണുന്ന ആ ഒരു റൂമിൽ നിറയെ സോംബീസ് ആണ്. അതുകൊണ്ട് താഴെ കൂടെ അള്ളിപ്പിടിച്ച് പോകാനേ പറ്റത്തുള്ളൂ. ആ നേരത്താണ് ചിയോങ് സാൻ, നീ ഓഞ്ചോയുടെ കൂടെ ഡേറ്റിങ്ങിന് പോകുന്നുണ്ടെന്നൊക്കെ ചോദിക്കുന്നത്. ഈ നേരത്തെ തന്നെ നീ കാര്യമൊക്കെ ചോദിക്കണം എന്ന് സോഹുക്ക് പറയാണ്. ശേഷം അവർ താഴെ കൂടെ ഈ സോംബീസ് കാണാതെ അപ്പുറത്തെ ആ റൂമിന്റെ അടുത്തേക്ക് എത്തുന്നുണ്ട്. ഇന്നേരത്തെ താഴേക്ക് ഇറങ്ങി വന്ന ഊഞ്ചിയെ ഒരുപാട് സോംബീസ് കടിച്ചു പിടിച്ച് വലിക്കുന്നുണ്ട്. എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്ക് സോംബീസ് അവിടെ നിന്ന് പോവാണ്. അവളെ യാതൊരു മൈൻഡും പിന്നീട് അവർ ചെയ്യുന്നുണ്ടായിരുന്നില്ല.
ഇവിടെ ടീച്ചേഴ്സ് റൂമിലാണെങ്കിൽ ഫുൾ ടീച്ചർ സോംബീസ് ആയിരുന്നു. അപ്പൊ അങ്ങോട്ട് കടക്കാൻ പറ്റാതെ നിൽക്കുകയാണ് നമ്മുടെ സോഹുക്കും ചിയോങ് സാനും. ഇന്നേരത്തെ സോംബീസ് ഒക്കെ പോയപ്പോൾ ഓഞ്ചി എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. അവളെ ഇപ്പോൾ ഒരു സോംബീസിനും വേണ്ടായിരുന്നു. ഇവളെ കണ്ടപ്പോൾ ഇവിടെയുള്ള സോംബീസ് ആ വശത്തേക്ക് പോകുമ്പോൾ ഈ ഒരു തക്കത്തിന് സോഹുക്കും ചിയോങ് സാനും വേഗം തന്നെ ഈ ഒരു റൂമിലേക്ക് എടുത്ത് ചാടുകയാണ്. എന്നിട്ട് കളക്ട് ചെയ്ത് വെച്ച ഫോണിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ അവിടെ നിന്നൊരു ശബ്ദം. നോക്കുമ്പോൾ ഊഞ്ചി ഓരോ ഫോണും തല്ലി പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവൾക്ക് അറിയില്ല ഏതാണ് ഗ്വിനാമിന്റെ ഫോണെന്ന്. അപ്പോഴാണ് 9 മണിയായി ഒരു വീഡിയോ അപ്ലോഡഡ് ആയി എന്നുള്ള നോട്ടിഫിക്കേഷൻ കാണുന്നത്. ശരിക്കും അതായിരുന്നു ഗ്വിനാമിന്റെ ഫോൺ. അന്നേരം ഇവളെ തല്ലി പൊളിക്കുന്ന ഫോണിന്റെ ഇടയിൽ നിന്ന് ഒരു ഫോൺ താഴെ വീണു. അതെടുക്കാൻ നോക്കിയ ജിയോങ് സാനെ അവൾ കാണുകയും ചെയ്തു. അവൾ അന്നേരം നിങ്ങളെയൊക്കെ ഞാനിപ്പോൾ കൊല്ലുവടാ എന്നും പറഞ്ഞ് അവിടേക്ക് ഓടി വരികയാണ്. അന്നേരത്തേക്ക് വേറെയും സോംബീസ് വരുന്നുണ്ട്. നീ അതുവഴി രക്ഷപ്പെട്ടോ, ഞാൻ ഇതുവഴി വരാം എന്ന് പറഞ്ഞ് ഒരു ഫോണും കൈക്കലാക്കി ജിയോങ് സാൻ ഇതുവഴി ഓടുമ്പോൾ നമ്മുടെ സോഹുക്ക ജനൽ വഴി ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. ഇന്നേരത്ത് നമ്മുടെ ഗ്യുനാം ആവട്ടെ ഈ പ്രിൻസിപ്പലിന്റെ റൂമിൽ ഭയങ്കര ഉറക്കത്തിലാണ്. പുള്ളിക്കാരൻ വിളിച്ചെഴുന്നേൽപ്പിച്ച്, എടാ മോനെ, നിനക്ക് കാർ ഓടിക്കാൻ അറിയോ? എങ്കിൽ എന്റെ കാർ താഴെ കിടക്കുന്നുണ്ട്, നീ ആ കാർ എടുത്തോണ്ട് വാ, ഇതാണ് കാറിന്റെ ചാവി. പിന്നെ ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല, ഞാൻ പോകുന്നുണ്ടെങ്കിൽ തന്നെയും കൊണ്ടേ പോവുള്ളൂ. ഏതെങ്കിലും സോംബീസ് വരികയാണെങ്കിൽ തന്നെ പിടിച്ച് ആദ്യം അതിന് മുന്നിലേക്ക് ഇട്ടുകൊടുക്കും എന്ന് ഗ്യുനാം പറയുമ്പോൾ, അല്ലെങ്കിലും നിന്നെയൊക്കെ ഒരുപാട് കേസിൽ നിന്ന് ഊരിയിട്ടും എനിക്ക് വലിയ കാര്യമൊന്നും കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞ് ഒരു ചെടിച്ചട്ടി എടുത്ത് നിൽക്കുകയാണ് പ്രിൻസിപ്പല്. താനെങ്ങാതെ തൊട്ടാ എന്നും പറഞ്ഞ് അവൻ അയാളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഓഞ്ചയ്ക്കാണെങ്കിൽ ഒരുപാട് കടി കിട്ടിയിട്ടും ഇപ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഓഞ്ചയുടെ അച്ഛനായിട്ടുള്ള സോജുവും എല്ലാവരും ചേർന്ന് ഇവിടെയുള്ള ബാക്കി ആൾക്കാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇന്ന് രാവിലെയാണ് ഹെലികോപ്റ്റർ വരിക എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ റൂഫ് ടോപ്പിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇവർക്ക് വെള്ളം അടിക്കാനായിട്ടുള്ള, അതായത് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരാണല്ലോ, അപ്പോൾ വെള്ളം അടിക്കാനുള്ള പൈപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് സോംബീസിനെ ഇവർ തടഞ്ഞു നിർത്തുന്നത്. എന്നിട്ട് ഒരു ടീം റൂഫ് ടോപ്പിലേക്ക് പോയി അത് ഓപ്പൺ ചെയ്യാനായി നോക്കുന്നുണ്ട്. സോജുവും ഒരാളും കൂടി മാത്രമാണ് ഈ സോംബീസിനെ തടഞ്ഞു വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് റൂഫ് ടോപ്പിലേക്കുള്ള ഡോർ ലോക്ക് ആണെന്നുള്ള കാര്യം അറിയുന്നത്. അവസാനം സോജു ഒറ്റയ്ക്ക് ഇവിടെ സോംബീസിനെ തടഞ്ഞു വെക്കാൻ പോകുമ്പോൾ മറ്റേ ആള് റൂഫ് ടോപ്പിലെ ഡോറ് തുറക്കാനായിട്ട് സഹായിക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്ക് വെള്ളം തീർന്നു പോവാണ്. ഈ ഓസും കൊണ്ട് ഇവറ്റകളുടെയൊക്കെ തലക്കടിച്ച് ഒരു വിധമാണ് സോജു ഇവിടെ നിന്ന് മുകളിലേക്ക് കടക്കാൻ നോക്കുന്നത്. കറക്റ്റ് സമയത്ത് റൂഫ് ടോപ്പിലേക്കുള്ള ഡോറൊക്കെ തുറന്ന് ഈ റെസ്ക്യൂ ഓഫീസർ അവരെയൊക്കെ അകത്തോട്ട് കയറ്റി. നോക്കുമ്പോൾ സോജു ആടി ആടി വരുന്നത് കാണുകയാണ്. ഈ സോംബീസിന്റെ കയ്യിൽ നിന്ന് സോജുവിനെ കടി കിട്ടി എന്ന് ഈ റെസ്ക്യൂ ഓഫീസർ തെറ്റിദ്ധരിക്കുന്നുണ്ട്. പക്ഷെ പുള്ളിക്കാരന് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പുള്ളി ആ ഒരു ക്ഷീണം കാരണമായിരുന്നു ഇങ്ങനെ നടന്നിരുന്നത്. ഈ റെസ്ക്യൂ ഓഫീസർ വന്നു, സാറായിരുന്നു, ഞാനാകെ പേടിച്ചു പോയി, സാർ ഇനി സോംബിയോ മറ്റോ ആയെന്ന് കരുതി എന്നൊക്കെ പറഞ്ഞ് സോജുവിനെയും കൂട്ടിക്കൊണ്ട് നേരെ ഈ ഒരു റൂഫ് ടോപ്പിലേക്ക് വരികയാണ്. അപ്പൊ കുറച്ച് ദൂരത്തായിട്ട് ഒരു ഹെലികോപ്റ്റർ പറക്കുന്നുണ്ട്. അതിന് ഇങ്ങോട്ട് ലാൻഡ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്നൊരു സിഗ്നൽ കൊടുക്കണം. അപ്പോൾ നമ്മുടെ സോജു ഒരു ഫ്ലെയർ അവിടെ കത്തിച്ചിട്ട് സിഗ്നലും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ചിയോങ് സാൻ ആവട്ടെ സോംബീസിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് എത്തുന്നത് ഗ്യുനാമും പ്രിൻസിപ്പലുള്ള റൂമിലാണ്. ഗ്യുനാം ആവട്ടെ ഈ പ്രിൻസിപ്പലിന്റെ കൈയൊക്കെ കെട്ടിയിട്ടത് കണ്ടപ്പോൾ നീ എന്തോന്ന് തോന്നിവാസാടാ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് തന്റെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ വെച്ച് ഈ ഒരു രംഗം ഷൂട്ട് ചെയ്യാണ് ചിയോങ് സാൻ. എടാ നീ എന്താ ചെയ്യുന്നത്? നീ ഇത് പോലീസിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണോ? ഞാനാണ് ഈ സ്കൂളിന്റെ വില്ലൻ ഇപ്പോൾ എന്നൊക്കെ പറയുമ്പോൾ, നീ ഒരു വില്ലനുമല്ല, നീ പാവപ്പെട്ട കുട്ടികളെ പേടിപ്പിച്ച് ജീവിക്കുന്ന ഒരു ഉണ്ണാക്കനാ എന്ന് ചിയോങ് സാൻ പറയുമ്പോൾ, ഞാൻ വെറും ഉണ്ണാക്കനാണെന്നാണ് നീ പറയുന്നത് എന്ന് പറഞ്ഞ് പ്രിൻസിപ്പലിന്റെ കഥ കഴിച്ച ഗ്യുനാം, ഇനി നീ എന്റെ മുഖത്ത് നോക്കി പറയടാ, ആ ഫോൺ ഇങ്ങ് താടാ എന്ന് പറഞ്ഞ് ചിയോങ് സാനെ അടിക്കാണ് ഗ്യുനാം. എന്നാൽ താഴെ വീണ ഫോണും എടുത്തുകൊണ്ട് ചിയോങ് സാൻ പുറത്തേക്ക് ഇറങ്ങി ഓടുന്നുണ്ട്. പിന്നാലെ തന്നെ ഗ്യുനാമും വരുന്നുണ്ട്. പക്ഷെ ഈ സമയത്ത് അവിടെ സോംബീസിനൊന്നും കാണുന്നില്ല. അതെന്താണെന്നറിയില്ല കേട്ടോ. അന്നേരത്തെ ഗ്യുനാം ഒരു കത്തിയെടുത്ത് ചിയോങ് സാന്റെ അടുത്തേക്ക് ഒരു ഒറ്റ എറിയുന്ന ഈ ഒരു സീനോട് കൂടിയാണ് ഓൾ ഓഫ് അസ് ആർ ഡെഡ് എന്ന ഈ ഒരു സീരീസിന്റെ 4th എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത്. സോ വീണ്ടും ഒരു ക്യൂരിയസ് ആയിട്ടുള്ള ഭാഗത്ത് കൊണ്ടുപോയി തന്നെ നമ്മുടെ എപ്പിസോഡ് എൻഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത എപ്പിസോഡിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിടണം കേട്ടോ.